ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മിക്സഡ് വെജിറ്റബിൾസ് ബജി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അതിന് ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു ക്യാരറ്റും കുറച്ച് കാബേജും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇത്തിരി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാലാണ് കളറ് മാറി എന്നിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് അരിഞ്ഞതുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കുറച്ച് മല്ലിയില, ഒരു കഷ്ണം കാബേജും കുറച്ച് വേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് പെട്ടെന്ന് ഇതിൽ പിടിക്കും, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കളറിനും കുറച്ചും കൂടി എരിവിനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു മണത്തിന് വേണ്ടി, അത് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികൾ എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയും അരിപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ആദ്യം ടീസ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഇതുപോലെ ക്യാരറ്റിലും കാബേജിലും ഒക്കെ നന്നായി വെള്ളം ഉണ്ടാവും, ഉരുളക്കിഴങ്ങിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഈ പൊടിയും കൂടെ നന്നായി യോജിച്ചെടുക്കണം. വേറെ വെള്ളം ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പിടിയായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ പറ്റണില്ലെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പരമാവധി വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് വെക്കുക. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ വെക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയിട്ട് ബജി ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ബജി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിടാണ്ട് പതുക്കെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ വിരലുകൊണ്ടൊന്ന് അമർത്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും നന്നായി മൊരിഞ്ഞ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് തിക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ തിക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈഡൊന്നും ശരിക്കും മൊരിയൂല. ഇത് ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് കരിയും. അത് ശ്രദ്ധിക്കണം, തീ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇപ്പോൾ ഇത് ഒരുവിധമായിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് മതിയെങ്കിൽ ഇപ്പോൾ കോരിയെടുക്കുക. അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ അത് ഏതാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് മൊരിച്ചിട്ടുണ്ട്, ഈ കളറാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അതിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പാകത്തിന് നോക്കിയെടുക്കണം. ഇതെല്ലാം കോരിയെടുത്തിട്ട് നമുക്ക് ഇതിലത്തെ ഓയിലൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെപ്പോഴും സബോള ബജിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു വ്യത്യസ്തമായിട്ട് കുറച്ച് നമുക്ക് ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് സബോള ബജിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഉള്ള കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് നമ്മൾ സബോള ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏതായാലും ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി, അധികം സമയമൊന്നുമില്ല, വേഗം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.